ഹലോ പീപ്പിൾ, ദിബിൻ മൂവീസിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. ഗിരീഷ് ഏടിയുടെ സംവിധാനത്തിൽ തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ഒരു കുടുംബ ചിത്രമാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. സിനിമ ഇന്ന് ഞാൻ തിയേറ്ററിൽ ചെന്ന് കണ്ടായിരുന്നു. എൻ്റെ കുടുംബം ഉണ്ടായിരുന്നു. ഒരു രക്ഷയില്ലാത്ത സിനിമ. കുടുംബത്തോടൊപ്പം ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന കിട്ടില്ല വിഷയം പടം. നിങ്ങൾ ഏത് പ്രായക്കാരായിക്കോട്ടെ ചെന്ന് കാണാൻ പറ്റിയ സിനിമയാണ്. ഒരു രക്ഷയില്ല, സത്യം പറയാമല്ലോ. എന്ന് വെച്ചാൽ ഗിരീഷ് ഏടി എന്ന് പറയുന്ന സംവിധായകൻ ഓരോ കഥാപാത്രത്തിനും കൊടുത്ത ഓരോ റോളുകളും വേറെ ലെവല്. കാരണം ഒരുത്തിനെ പോലും നെഗറ്റീവ് പറയാൻ പറ്റൂല. ആ ചെറിയ ചെറുക്കം തൊട്ട് നമ്മുടെ നിവിൻ ചേട്ടൻ വരെ വേറെ ലെവലായിട്ടിരിക്കണം. എല്ലാവർക്കും സ്ക്രീൻ പ്രസൻസും സ്ക്രീൻ സ്പേസും കൊടുത്തിട്ടുണ്ട് സിനിമയിൽ ഗിരീഷ് ഏടി എന്ന സംവിധായകൻ. അദ്ദേഹത്തിന് സമ്മതിച്ചേ പറ്റുള്ളൂ. കാരണം വെച്ചാൽ പ്രേമലു, നമ്മുടെ ഐ ആം കാതലൻ എന്ന സിനിമയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഈ സിനിമ സംവിധാനം ചെയ്തതെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റേഞ്ച് അറിയാമല്ലോ. കാരണം അദ്ദേഹം ഒരു സിനിമ കൊണ്ടുവരുമ്പം അപ്പം സിനിമ ആയിരിക്കത്തില്ല, നല്ല അത്യാവശ്യം നല്ല കിട്ടിലായിട്ടുള്ള സിനിമയായിരിക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ സിനിമയുടെ ട്രെയിലർ ഞാൻ കണ്ടപ്പോൾ ഒരു ഓക്കെ എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇതിലെ സിനിമ കാണണം, വേറെ ലെവലാണ്. ഇതിലൊക്കെ ഒരുപാട് കാര്യം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വന്നവരിൽ നിന്ന് പിന്നെ സംഗീതേട്ടനായാലും പിന്നെ മമിതയായാലും നിവിൻ ചേട്ടനായാലും സുരേഷ് കൃഷ്ണേട്ടനായാലും വേറെ ലെവലാണ്. എല്ലാവരും ലെവല് തന്നെയാണ്. പിന്നെ നമ്മുടെ ഷാനവാസും ഹെവിയാണ്. പിന്നെ നമ്മുടെ ശ്യാമേട്ടൻ, എൻ്റെ പൊന്നോ, ആ പുള്ളിക്കാരൻ ചിരിപ്പിച്ച് കൊന്നു കളഞ്ഞ്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലാണ് ഈ പുള്ളിക്കാരൻ എൻ്റർ ചെയ്യണത്. പിന്നെ നിങ്ങൾ കണ്ടവർക്ക് അറിയാമല്ലോ, ഒരു കാളിയോ മർദ്ദനം തന്നെ ഇവിടെ നടക്കണത്. ഏത് യൂണിവേഴ്സാണെന്തോ എൻ്റെ പൊന്നെ ഭഗവാനെ. ചിരിച്ച് ഒരു വഴിയെ ചിരി നിർത്താൻ പറ്റാത്ത ഒരവസ്ഥയായി. ഞാൻ ഇത്രയും വർഷത്തിനിടയ്ക്ക് നല്ല ചിരി നിർത്താൻ പറ്റാത്ത ഈ സിനിമ കണ്ടതിന് ശേഷമാണ്. അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് ഈ സിനിമ ടിക്കറ്റ് എടുത്ത് കാണുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതെ ഇരിക്കത്തില്ല. അപ്പോൾ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ ഈ സിനിമയെക്കുറിച്ച്. ബാക്കി നിങ്ങൾ തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്. കുടുംബത്തോടെ ഇരുന്ന് കാണുക. അത് ഏത് പ്രായക്കാരായാലും ഒരു കുഴപ്പമില്ല. കണ്ടു നോക്ക് തിയേറ്ററിൽ ചെന്ന്. കൊടുക്കുന്ന പൈസയ്ക്കുള്ള മുതൽ ആ സിനിമയിലുണ്ട്. അപ്പോൾ നിങ്ങളിന്ന് സിനിമ കാണുക. സിനിമ കണ്ടവരാണെങ്കിൽ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം ഗൈസ്. അപ്പം താങ്ക്സ്.